സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ومن يعمل مثقال ذرة شرا يرى. എല്ലാരും ഇങ്ങനെ കൂട്ടമായി ഈ ബഅള് പറയുന്ന മുസ്ലിയാരായ ഞാനും വരൂ. പൊയ്യത്തബൈലൂറൂസിന്റെ സദസ്സിൽ എന്റെ ബഅള് കേൾക്കുന്ന ഉപ്പമാരോ, ചേട്ടാനുജന്മാരോ, മറക്കപ്പുറത്തിരിക്കുന്ന ഈമാനുള്ള ഉമ്മമാര്, സഹോദരിമാരെ, നിങ്ങളും വരൂ. യൗമയസ്തുറുന്നാസു അഷ്താതാ. ജനങ്ങളെല്ലാം കൂട്ടം കൂട്ടമാടി വരുന്നു. എന്തിനാണ് വരുന്നത് മഹ്ശറിൽ എന്നറിയുമോ? ലിയുറൗ അഅമാലഹു. അല്ലാഹു അവർ ചെയ്ത അമലുകൾ അവർക്ക് അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. ഇതാ നീ ചെയ്തത് കണ്ടോ. നല്ലതും അവിടെ കാണിച്ചു കൊടുക്കുന്നു. കല്യാണത്തിന്റെ പേരിൽ നടത്തിയ ആഭാസങ്ങളിൽ അതും അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അല്ലാഹു ഖുർആനിൽ പറയുന്നത് നോക്കൂ നിങ്ങൾ. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ഒരണുമണി തൂക്കമെങ്കാലും നല്ലത് ചെയ്തവനുണ്ടോ? അവൻ അവിടുന്നതാ നല്ലത് കാണുകയാണ്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ഇവിടെ ഒരണുമണി തൂക്കളവോളം തിന്മ ചെയ്തവനുണ്ടോ? ആ തിന്മ പരലോകത്ത് വെച്ചവനെ കാണിക്കൂ. അല്ലാഹു മലക്കുകളിലൂടെ അവനെ കാണിച്ചു കൊടുക്കൂ. ഇത് സൂറത്തു സൽസല, സൂറത്തു സൽസല, സൂറത്തു സൽസല. പരിശുദ്ധ ഖുർആനിലെ സൂറത്തിൽ അല്ലാഹു പറഞ്ഞത് നുണയാണോ, കള്ളമാണോ, സത്യത്തിന് നിരക്കാത്തതാണോ, വാസ്തവത്തിന് വിരുദ്ധമാണോ? അല്ല, അല്ല, നടക്കാൻ പോകുന്നതാണ്. അതുകൊണ്ടാണ് പറയട്ടെ ഉമ്മമാരോട്, സയ്യിദത്തുനാ ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ജീവിതത്തിൽ സന്തോഷത്തോടെ ചിരിച്ചത് ഒരൊറ്റ നേരത്ത് മാത്രമാണ് കേട്ടോ. പിന്നെ ചിരിച്ചിട്ടില്ല. ബാപ്പയില്ലാത്ത ദുനിയാവാണ്, ലോകനേതാവില്ലാത്ത ദുനിയാവാണ്. ഇനി ആരെ കണ്ടിട്ടാണ് ഞാൻ ചിരിക്കുന്നത്? എന്റെ ബാപ്പയില്ലാത്ത ദുനിയാവിൽ ഞാൻ എന്തിനു ചിരിക്കും? അതുകൊണ്ട് ചിരിക്കാത്ത മഹദിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട പൊന്നുമോളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ എന്ന മറക്കപ്പുറത്തിരിക്കണ ഉമ്മമാരെ കേട്ടോളൂ. എന്നാലും മരിക്കണതിനു മുമ്പ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ചിരിച്ച ഒരു നേരമുണ്ട്. ചരിത്രം അത് പറയുന്നുണ്ട്. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു കിതാബുൽ മുസ്തദ്റക്കിൽ അക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറയട്ടെ, മരണചിന്ത കൽബിലേക്ക് ഉറപ്പിക്കേണ്ടത് രോഗം വന്ന ചെറുതാവട്ടെ വലുതാവട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മമാരോട് പറയാണ്, ഉമ്മ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് രോഗം വന്നു. ഇമാം ഹാക്കിം തങ്ങൾ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹ. ആ രോഗം വന്നപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അസ്മാ ബീവിയോട് ചോദിച്ചെന്തെന്നറിയോ ഞങ്ങൾക്ക്? ഫാത്തിമ ബീവിക്ക് രോഗം വന്നപ്പോ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് രോഗം വന്നപ്പോ കൽബിൽ മരിപ്പിന്റെ ചിന്ത വന്നു. അതുവരെ വന്നിട്ടില്ല എന്നല്ല, അതുവരെ ഉണ്ടായി. പക്ഷെ ഇപ്പൊ ഒന്നും കൂടി ഉറപ്പിക്കപ്പെടുകയാണ്. അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹാ ആ മഹദിയോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അല്ല ഫാത്തിമ, അല്ല അസ്മാ, എല്ലാ പെണ്ണുങ്ങന്മാര് മരിച്ചാൽ ഓരോ മയ്യത്ത് ഞങ്ങളെ നാട്ടിൽ കൊണ്ടുപോകുന്ന എങ്ങനെ?
മയ്യത്തിന്റെ മോൾക്കൊരു വെളുത്ത തുണി ഇങ്ങനെ വിരിച്ചിട്ട് കൊണ്ടുവന്നല്ലേ. അങ്ങനെ കൊണ്ടുപോകുമ്പോ മയ്യത്തിന്റെ ശരീരത്തിന്റെ കട്ടി അന്യ ആണുങ്ങൾക്ക് കണ്ടുപോകൂലേ. എന്റെ മയ്യത്തും അങ്ങനെ എന്നെ കൊണ്ടുവന്നതാ, എന്റെ മയ്യത്തും അങ്ങനെ എന്നെ കൊണ്ടുവന്നതാ അസ്മാ. എനിക്കിപ്പോ സീക്കായിരല്ലേ, തീരാണ്ടായിരല്ലേ. ഞാനിങ്ങനെ മരിച്ചുപോയാൽ എന്റെ മയ്യത്തും അങ്ങനെ എന്നെ കൊണ്ടുവന്നതാ. ഇക്കണ്ട കാലം വരെ എന്റെ ദേഹത്തിന്റെ ആകൃതിയിലേക്ക് നോക്കാൻ ഒരു അന്യാണിനും ഞാൻ അനുവദിച്ചിട്ടില്ല. അങ്ങനത്തെ ഞാനങ്ങ് മരിച്ചാൽ എന്റെ മയ്യത്തും കൊണ്ടുപോകുന്നത് ഒരു വെള്ളത്തുണി എന്റെ മയ്യത്തിന്റെ മുകളിലിട്ടിട്ട് കൊണ്ടുപോകുമ്പോ എന്റെ മയ്യത്തിന്റെ കട്ടി അന്യ ആണുങ്ങ നോക്കൂലേ അസ്മാ റളിയല്ലാഹു അൻഹാ. ഉമ്മമാര് ഒരു രോഗമങ്ങ് ബാധിച്ചപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചിന്തിക്കുന്നത് മരിച്ചതിന് ശേഷം മയ്യത്ത് കൊണ്ടുപോകുന്ന രംഗമാണ്. ഉടനെ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ സന്തോഷിപ്പിക്കുകയാണ്. നിങ്ങ ബേജാറാക്കിരണ്ട ഫാത്തിമ റളിയല്ലാഹു അൻഹാ, നിങ്ങ ബേജാറാക്കിരണ്ട, നിങ്ങ ബിൽഡണ്ട, നിങ്ങ അതിന്റെ പേരിൽ കരയണ്ട. എന്തേ കാരണം? നിങ്ങളെ കൊണ്ടുപോകുമ്പോ അങ്ങനെ കൊണ്ടുപോകാലെ. നിങ്ങളെ കൊണ്ടുപോകുമ്പോ ഞങ്ങൾ വേറെ സൗകര്യാക്ക. എങ്ങനെ വേറെ സൗകര്യോ? ഹബശ നാട്ടില് പെണ്ണുങ്ങന്മാരെ മയ്യത്ത് കൊണ്ടുപോകുന്നൊരു രംഗമുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് മദീനത്തില് മയ്യത്ത് കൊണ്ടുപോകാം. അതെങ്ങനെ അസ്മായി ചൊല്ലു നോക്ക നിങ്ങൾ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അത് എങ്ങനെയാണെന്ന് പറയൂ. അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹാ, അസ്മാ ബിൻത് ഉമൈസ് തങ്ങൾ പറയാണ്, ഈത്തപ്പഴത്തിന്റെ മട്ടലുണ്ടല്ലോ, ഈത്തപ്പഴ മരത്തിന്റെ മട്ടലുണ്ടല്ലോ, ഈത്തപ്പനയുടെ മട്ടലുണ്ടല്ലോ, ആ മട്ടലങ്ങ് മുറിച്ച് കഷ്ണം കഷ്ണമാക്കി മുറിച്ചിട്ട് മയ്യത്തിന്റെ മുകളിൽ അങ്ങ് വെക്കുന്നു. എന്നിട്ടാണ് അതിന്റെ മുകളിൽ തുണിയിടുന്നത്. അപ്പൊ മയ്യത്തിന്റെ തടിയുടെ കട്ട് അന്യ ആണുങ്ങൾക്ക് കാണൂലല്ലോ. ഈ ഒരു വിഷയമങ്ങ് പറഞ്ഞപ്പോ ചരിത്രത്തിൽ കാണാം, പയ്യത്തബയിലെ മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹയുടെ ഉറൂസിന്റെ സദസ്സിലിരുന്നു ഈ നൗഫലിന്റെ ബാധ കേൾക്കുന്ന ഉമ്മമാര്, സഹോദരിമാര്, ചരിത്രത്തിൽ കാണാം. ഫതബസ്സമതു ഫാത്തിമ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഇത് കേട്ടപ്പങ്ങ് ചിരിച്ചുപോയി. അൽഹംദുലില്ലാഹ്. അപ്പൊ ഞാൻ മരിച്ചാലോ എന്റെ മയ്യത്ത് അങ്ങനെ കൊണ്ടുപോകുമ്പോ വേറെ ആണുങ്ങൾക്ക് കാണാൻ ചാൻസ് ഇല്ലല്ലോ. ആ സന്തോഷ മുഹൂർത്തം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ചിരിച്ചുപോയി എന്ന് മാത്രമല്ല, അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, വമാ റഅയ്തുഹാ മുതബസ്സിമതൻ ബഅദ അബീഹാ ഇല്ലാ യൗമഇദിൻ. അന്നത്തെ ആ ദിവസമല്ലാതെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ബാപ്പയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം പിന്നൊരു നാൾ ചിരിച്ചത് ഞങ്ങൾ കണ്ടിട്ടില്ല. ബാപ്പാന്റെ വഫാത്തിന്റെ പിന്നെ ഫാത്തിമ ബീബി എപ്പോഴും സങ്കടത്തിലാണ്, ദുഃഖത്തിലാണ്, വെപ്രാളത്തിലാണ്, വിഷമത്തിലാണ്, മനപ്രയാസത്തിലാണ്. പക്ഷേ ജീവിതത്തിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന് ശേഷം പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഒരൊറ്റ നേരമേ ഇങ്ങനെ ചിരിച്ചിട്ടുള്ളൂ. അത് ഈ നേരത്താണ് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹാ പറഞ്ഞത്. വലിയ മഹാനായ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു കിതാബുൽ മുസ്തദ്റക്കിൽ റിപ്പോർട്ട് ചെയ്തത് വെറുതെയാണോ ഉമ്മമാരേ? അതുകൊണ്ട് ആഭാസങ്ങൾ വലിച്ചെറിഞ്ഞു, ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിലങ്ങ് നിന്നോ. ഞാൻ എന്റെ വാദ നിർത്തുന്നു.
അതിന് ഏറ്റവും നല്ല സമയമാണ് പരിശുദ്ധ റജബ് മാസം. കിട്ടോ ബറക്കത്തുള്ള മാസമാണ്. നിസ്കാരം സമ്മാനമായി കിട്ടിയ മാസമാണ്. ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ശറൈത മിൻ ഹറാമി ലൈലൻ ഇലാ ഹറാമി കമാ സറൽ ബദ്റു ഫീ തജിമ്മി നല്ലൂല